ക്രിസ്തുവിൽ പ്രിയരെ, വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഈ പ്രഭാതത്തിൽ ഇന്ന് നാം ധ്യാനിക്കുന്നത് കർത്താവിൻ്റെ രോഗശാന്തി വരത്തെക്കുറിച്ചാണ്. കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം അതിൻ്റെ 16 ഇപ്രകാരം വായിക്കുന്നു: നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരം എന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ? ഈ വചനത്തിൻ്റെ വ്യാപ്തി തിരിച്ചറിയുന്നതാണ് നമ്മുടെ രോഗശാന്തിയുടെ ആദ്യത്തെ പടി. സ്വർഗം വെടിഞ്ഞ് സൃഷ്ടാവ് ഭൂമിയിൽ വന്നത് നമ്മുടെ കൂടെ പാർക്കാനാകുന്നു. നമ്മുടെ ശരീരം അവിടുത്തെ വിശുദ്ധ മന്ദിരമാണ്. ക്രിസ്തുവിനെ രക്ഷിതാവായി കൊണ്ട് ഏറ്റുപറയുകയും ഹൃദയം കൊണ്ട് സ്വീകരിക്കുകയും ചെയ്ത ഒരു വ്യക്തിയുടെ ശരീരം ക്രിസ്തുവിൻ്റെ മന്ദിരമാണ്. ദൈവത്തിൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് ആ ശരീരത്തിൽ നിരന്തരം സംസർഗം ചെയ്യുന്നു. നമ്മുടെ ശരീരത്തിൽ വസിക്കുവാനുള്ള ദൈവാത്മാവിൻ്റെ അതിയായ ആഗ്രഹം ഈ വചനം പഠിപ്പിക്കുന്നു. ഈ സ്നേഹം എത്ര സന്തോഷമാണ് പകരുന്നത്! എങ്കിലും ഒന്ന് ചോദിക്കട്ടെ, ക്രിസ്തു വാഴുന്ന നമ്മുടെ ശരീരത്തിൽ എങ്ങനെയാണ് രോഗങ്ങൾ ഇരിക്കുന്നത്? 2000 വർഷങ്ങൾക്ക് മുമ്പേ തന്നെ അവൻ നമ്മുടെ സൗഖ്യം ക്രൂശിൽ നേടിയെടുത്തു. ക്രൂശിൽ അന്ന് തകർന്ന അവൻ്റെ ശരീരം, നുറുങ്ങിയ അടിപ്പിണരുകൾ നമ്മുടെ സൗഖ്യത്തിൻ്റെ അടയാളമാണ്. എന്നാൽ ഇന്നത്തെ തലമുറയെ നാം ഒന്ന് നോക്കുക. എത്ര മാരക രോഗങ്ങളാണ് ഇന്ന് മർത്യ ശരീരത്തിൽ വാഴുന്നത്. ആശുപത്രികളിലും ഭവനങ്ങളിലും വേദനയും നിരാശയും കണ്ണുനീരും അനുഭവിക്കുന്നവർ അനേകരാണ്. ഇവിടെയാണ് വചനം ജീവിത വിശുദ്ധിയെക്കുറിച്ച് പഠിപ്പിക്കുന്നത്. കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം അതിൻ്റെ 17 ഇപ്രകാരം വായിക്കുന്നു: ദൈവത്തിൻ്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ദൈവത്തിൻ്റെ മന്ദിരം വിശുദ്ധമല്ലോ, നിങ്ങളും അങ്ങനെ തന്നെ. നമ്മുടെ ശരീരം ക്രിസ്തു വസിക്കേണ്ട ഇടമെന്നും ആയതിനാൽ നമ്മുടെ ശരീരവും ആത്മാവും ദിനംതോറും ക്രിസ്തുവെ സ്വീകരിക്കുവാൻ തയ്യാറാകണമെന്നും വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ദൈവം സൃഷ്ടിച്ച നമ്മുടെ ശരീരത്തെയും ആത്മാവിനെയും ഈ ലോകപരമായ കളങ്കതകൾ തട്ടാതെ സൂക്ഷിക്കുവാൻ നാം കടപ്പെട്ടിരിക്കുന്നു എന്ന് ഓർമ്മിപ്പിക്കട്ടെ. നാം കാണുന്ന കാഴ്ചകൾ, പറയുന്ന വാക്കുകൾ, കേൾക്കുന്ന സംഭാഷണങ്ങൾ, കഴിക്കുന്ന ചില ഭക്ഷണങ്ങൾ, ചില സൗഹൃദങ്ങൾ, വിഗ്രഹാരാധനകൾ, ആസക്തികൾ, നമ്മുടെ ഹൃദയവിചാരങ്ങൾ തുടങ്ങിയവ നമ്മെ നിരന്തരം അശുദ്ധമാക്കുന്നു. പൈശാചിക രോഗങ്ങൾക്ക് നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുവാനുള്ള പഴുതുകളാണ് ഇവയെന്ന് മനസ്സിലാകുമല്ലോ. തത്ഫലമായി ക്രിസ്തു വസിക്കേണ്ട ശരീരവും ആത്മാവും മലിനപ്പെടുന്നു. നമ്മുടെ ഉള്ളത്തിൽ ക്രിസ്തുവിന് വാഴുവാൻ കഴിയാതെ പോകുന്നു. പരിശുദ്ധാത്മാവ് ദുഃഖിക്കുന്നു. ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ വാഴുവാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ശരീരത്തെ അവൻ്റെ മന്ദിരമായി ഉയർത്തുവാൻ നിങ്ങൾ തയ്യാറാണോ? നാം അറിയാതെയും അറിഞ്ഞും ചെയ്തു പോകുന്ന പാപ സ്വഭാവങ്ങളെ ഏറ്റുപറയുക. ഈശോയ്ക്ക് നിങ്ങളെ അത്രമേൽ ഇഷ്ടമാണ്. അതിനാലാണ് ഈ സന്ദേശം നിങ്ങളിലെത്തിക്കുന്നത്. മനുഷ്യബുദ്ധിയിൽ നമ്മുടെ ആസക്തികളും അഡിക്ഷൻസും ഉപേക്ഷിക്കുവാൻ സാധിക്കില്ല. കർത്താവിന് വിട്ടുകൊടുക്കുക. അശുദ്ധിയും രോഗവും നിറഞ്ഞ നമ്മുടെ ശരീരത്തിലേക്ക് അവനെ ക്ഷണിക്കുക. അവൻ വരും, നമ്മെ തൊടും. ആരും തൊടാത്ത കുഷ്ഠരോഗികളെ തൊട്ടവനാണ് എൻ്റെ ഈശോ. നാം വിളിക്കുക, അവനെ ക്ഷണിക്കുക. നമ്മുടെ പാപ ശരീരങ്ങളും ആത്മാക്കളും നമുക്ക് ദൈവത്തിങ്കിലേക്ക് ഉയർത്താമോ? ഈ ലോകത്തിൽ മുങ്ങി നിൽക്കുന്ന നമുക്ക് ഈശോയുടെ സാന്നിധ്യം തിരിച്ചറിയാൻ പ്രയാസമായേക്കാം. പക്ഷേ അവനുണ്ട്. വിശ്വസിച്ച് ഏറ്റെടുക്കാമോ? ദിനം തോറും അവനെ ക്ഷണിക്കുക. നിന്നിലെ രൂപാന്തരം നീ തിരിച്ചറിയും. നിങ്ങളുടെ രോഗം നിങ്ങളെ വിട്ട് ഓടിപ്പോകും. യാക്കോബിൻ്റെ ലേഖനം 4:7 ഇപ്രകാരം വായിക്കുന്നു: ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയിൽ അതിവാത്സല്യമായി ഞങ്ങൾ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നാഥ, ഈ ദിവസത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു നാഥ. അങ്ങയുടെ വചനത്തിനായി സ്തോത്രം നാഥ. ഞങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും
ആത്മാവിനെയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ പുതുക്കണമേ. അങ്ങേക്ക് വസിക്കുവാൻ യോഗ്യമാം വിധം രൂപാന്തരപ്പെടുത്തണേ നാഥ. കുശവൻ്റെ കയ്യിലെ കളിമണ്ണ് പോലെ ഞങ്ങളെ സമർപ്പിക്കുന്നു നാഥ. ഞങ്ങളെ പണിയണമേ നാഥ. ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങയെ ക്ഷണിക്കുന്നു നാഥ. ഓ പരിശുദ്ധാത്മാവെ, കടന്നു വരണമേ. ഈ ലോകപരമായ പാപങ്ങളിൽ നിന്നും അശുദ്ധിയിൽ നിന്നും അകന്നു നിൽക്കുവാനും വചനത്തിന് അനുസരണപ്പെടുവാനും ദൈവത്തിന് കീഴടങ്ങിയിരിപ്പാനും അപ്പൻ്റെ സ്നേഹത്തെ നാൾക്ക് നാൾ നുകരുവാനും അനുവദിക്കണമേ. ക്രിസ്തേശുവിൻ്റെ വിലയേറിയ രക്തത്തിൽ ഞങ്ങളെ കഴുകണം, ശുദ്ധീകരിക്കണം. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നമ്മെ ഏവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.